ശാന്തൻപാറ പേത്തൊട്ടി ഭാഗത്ത് ചെന്നായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മ്ലാവിനെ രക്ഷിക്കാൻ തയ്യാറാകാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി രംഗത്ത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഏവർക്കും പുറ്റടി വേളാങ്കണ്ണി മാതാ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥരായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സുസ്വാഗതം. ശാന്തൻപാറ പൊന്മുടി സെക്ഷന്റെ പരിധിയിലാണ് സംഭവം. തിങ്കളാഴ്ച സന്ധ്യ കഴിഞ്ഞാണ് പരിക്കേറ്റ മ്ലാവിനെ കർഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിൻകാലിൽ മുറിവേറ്റ് പരിക്കുപറ്റി റോഡരികിൽ മ്ലാവിനെ കണ്ട പ്രദേശത്തെ കർഷകർ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നും നേരിട്ട് വിവരമറിയിക്കാൻ ശാന്തൻപാറ ഫോറസ്റ്റ് ഓഫീസിലെത്തിയ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. അതെ, ഓഫീസ് എന്ന് പറയുന്നത് സാധാരണ ഓഫീസാണ്, അല്ലാതെ വേറെ ആർക്കല്ല. രാത്രിയിലൊക്കെ ഇവിടെ വരുന്നതിന് കുഴപ്പമില്ല. ഞങ്ങൾ സാറ് അറിഞ്ഞിട്ട് സമയത്രേ ഞാൻ അറിയിക്കേണ്ടവരെ ഞാൻ അറിയിച്ചു, വിളിച്ചു ചോദിച്ചു ഇത് വരാൻ പറ്റുമോ, ആൾക്കാരെ വിളിച്ചു. ഡോക്ടർ വരില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഡോക്ടർ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി എന്ത് ചെയ്യും? പിന്നെ ഒരു ഓഫീസിൽ വന്നിട്ട് ഒരു കുഞ്ഞ് ഓഫീസിൽ സാറേ നമ്മളൊരു ജീവിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് കേട്ടോ. സാറേ നമ്മളൊരു ജീവിയുടെ നമ്മൾ വേറെ ആവശ്യത്തിന് വന്നല്ല, ഒരു മരത്തിന്റെ കേസിനോ ഇല്ല വേറൊരു കേസിനോ വന്നല്ല, ഒരു ജീവിയുടെ കേസിനോ അവിടെ വന്ന. സാറേ 1 മണിക്കൂറായി ഞങ്ങൾ വിളിച്ചിട്ട്. സാർ 1 മണിക്കൂറായി ഞങ്ങൾ 1 മണിക്കൂറായി സാറിനെ വിളിച്ചിട്ട്. അത് കുഴപ്പമില്ല. അങ്ങനെ സാറേ TV കാണുവാണോന്നാ ചോദിച്ചത്. TV കാണുവാണോന്നാ ചോദിച്ചത്. അങ്ങനല്ല ചോദിച്ചത്. അതൊന്നുമില്ല. ഇതിനകത്ത് റെക്കോർഡുണ്ട്. ഇതിന്റെ അകത്ത് റെക്കോർഡുണ്ട്. റെക്കോർഡ് തന്നെയാ. സാർ മരം കുറിക്കാനും പറക്കാനൊക്കെ ആയിട്ട് പൈസ മേടിക്കാനൊക്കെ ആയിട്ട് പേത്തോട്ടിക്ക് പരിപാടി ഞാൻ കാണിച്ചു തരാം. തെളിവ് സഹിതമുണ്ട് സാറേ, തെളിവ് സഹിതം കാണിച്ചു തരാം. എന്താ പരിപാടി? ഒരു പരിപാടിയില്ല. ഞങ്ങൾ മാന്യമായിട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള 1 മണിക്കൂറായി വിളിച്ചിട്ട്. ഞങ്ങൾ ആരെയും വിളിക്കേണ്ടത് സാർ? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. സാറിന്റെ മുഖം കൂടെ നന്നായിട്ടൊന്ന് കാണിച്ചു തരാട്ടോ. നമുക്ക് നാളെ ജീവിയിലൊക്കെ കാണാം. അതിനെ പറഞ്ഞു നാളെ നമുക്ക് ഇവിടെ തന്നെ ഉള്ള സാറിന് ഒന്നും വരായിരുന്നല്ലോ. നമുക്ക് പേത്തൊട്ടി വരുന്ന വന്നൊന്നും സാറിന് നോക്കുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാറെ? വന്ന് അതിനെ നമ്മൾ കൂടാനോ സഹകരിക്കാൻ മരുന്ന് കെട്ടിയോടെ ഞങ്ങൾ കൂടാനോ. ഞാൻ ഡോക്ടറെ വിളിച്ചത്. റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ആശോടെ വരാനോ. ജസ്റ്റ് അവർ എന്തിനാണെന്ന് ചോദിക്കാതെ എന്തിനു സാർ ആരും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരത്തുള്ള കൺട്രോൾ റൂമിൽ വിവരമറിയിക്കുകയാണ് കർഷകർ ചെയ്തത്. അവരുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ ഡിവിഷൻ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെത്തി 4 മണിക്കൂർ പിന്നിട്ട് ഈ സമയം അത്രയും പരിക്കേറ്റ മ്ലാവിന്റെ രക്തം വാർന്നതിനെ തുടർന്ന് ഇതിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മ്ലാവിന്റെ ജഡം ഡിവിഷൻ ഓഫീസിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തി മേൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. അപകടം നടന്നതറിയിച്ച സമയത്ത് ശാന്തൻപാറയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേണ്ടത് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഇന്നലെ ഏകദേശം ഒരു 7 മണിക്ക് മേളിലാണ് ഈ സംഭവം നടക്കുന്നത്. പേത്തൊട്ടി വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു 7 മണിയായപ്പോൾ ഞാൻ ആ പ്രദേശത്ത് നിൽക്കുമ്പോൾ അയൽവക്കത്തായ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് എന്നെ പോലെ ഒരു പ്ലാവിനെ ചെന്നായി കടിച്ചെന്നും നായ കടിച്ചെന്നാണ് പറഞ്ഞത്. നായ കടിച്ചെന്നും അവിടെ ഞങ്ങൾ സംഭവ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ ചെന്നായി വളരെ അവശനായി അവിടെ കിടക്കുന്നതാണ് കണ്ടത്. ഉടനടി ചെന്നായി കടിക്കുകയും ഈ ചെന്നായിക്ക് ഞങ്ങൾ ഉടനെ അവിടെ ചെല്ലുകയും ചെന്ന ഉടനെ ഈ ശാന്തൻപാറ ഫോറസ്റ്റ് ഓഫീസറെ വിളിച്ച കാര്യം പറയുകയും അദ്ദേഹം വരാതിരിക്കുന്ന സമയം കണ്ട് ഞങ്ങളൊരു 1 മണിക്കൂറിന് ശേഷം ഈ ശാന്തൻപാറ ഫോറസ്റ്റ് ഓഫീസിൽ ചെല്ലുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം മദ്യപിച്ച് ആണ് സംസാരിക്കുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതേമാതിരി വൃത്തികേട് പറയുകയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ നാളെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റി പുതിയ ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് ഈ ശാന്തൻപാറ പഞ്ചായത്തിന്റെ ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ നാട്ടുകാരെ സംഘടിപ്പിച്ച് ഇദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടുത്തെ പേത്തൊട്ടി നിവാസികളായ ഞങ്ങളെല്ലാവരും ചേർന്ന്
ഒരു ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുകയും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ ഞങ്ങൾ നാട്ടുകാർ മൊത്തത്തിൽ ഖേദിക്കുകയാണ്. ആ ബ്ലാവിനെ 1 മണിക്കൂർ മുമ്പ് ഞങ്ങൾ അറിയിച്ചതിന് 1 മണിക്കൂർ കഴിഞ്ഞാണ് ഇവർ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെങ്കിലും അതിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ആ മ്ലാവിന്റെ ബ്ലഡ് മൊത്തം ചോർന്നു പോയാണ് മ്ലാവ് മരിച്ചത്. അതിനാൽ ഇദ്ദേഹത്തിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ അതിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടവരുത്തിയത് ഗൗരവമുള്ളതാണ്. വിവരമറിയിക്കാൻ ചെന്ന നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി ഓടിച്ചുവിട്ടതും ദുരൂഹത ഉയർത്തുന്ന കാര്യമാണ്. ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ വനം വകുപ്പിന് ബാധ്യതയും നാണക്കേടുമാണെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വനം വകുപ്പിന്റെ കിരാത നടപടിക്കെതിരെ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഹിന്ദു ഐക്യവേദി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി PK സോമൻ, കർഷക പ്രതിനിധി PN പ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശാന്തൻപാറ മേഖലയിലെ പേത്തട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ മ്ലാവിന്റെ ചെറിയ കുട്ടി അവിടെ വരികയും അത് മൃഗത്തിന്റെ ആക്രമണത്താൽ ആണ് പരിക്ക് പറ്റി വന്ന് റോട്ടിൽ വീഴുകയും ആ പരിസരവാസികൾ അത് കാണുകയും കണ്ടതിന് ശേഷം പരിസരവാസികൾ അതിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സമീപിക്കുകയും ശാന്തൻപാറ പൊന്മുടി ബീറ്റിൽപ്പെട്ട ഫോറസ്റ്റ് അദ്ദേഹത്തിനെ സമീപിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം വളരെ മോശമായിട്ട് ചെന്ന് സമീപിച്ച ആളുകളോട് മോശമായിട്ട് സംസാരിക്കുകയും അസഭ്യ വാക്കുകൾ പറയുകയും അദ്ദേഹം ലഹരിയിലാണോ എന്ന് സംശയിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. കാരണം പറയുന്ന വാക്കുകൾ നാക്ക് വരെ കൊഴിഞ്ഞു പോകുന്ന സ്ഥിതിയിലാണ് അദ്ദേഹം ഇരുന്നത്. നേരെ നിൽക്കുവാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ നിന്നുകൊണ്ട് വളരെ മോശമായിട്ടാണ് ജനങ്ങളോട് സമീപിച്ചത്. അദ്ദേഹം വരാൻ വൈകിയതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 3-3.5 മണിക്കൂറോളം അത് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് റോഡിൽ കിടക്കുകയാണ് രക്തം വാർന്നൊഴുകിക്കൊണ്ട്. അവിടുന്ന് പരിസരവാസികളായിട്ടുള്ള ആളുകള് തിരുവനന്തപുരം കൺട്രോൾ റൂമിൽ വിളിച്ചു പറയുകയും അതനുസരിച്ച് അവര് 3 ഡിവിഷനിൽ അറിയിച്ച് അവരിന്ന് ബന്ധപ്പെട്ടതിന് ശേഷമാണ് അവിടുന്ന് ആളുകൾ വന്ന് പരിശോധിക്കുന്ന സമയത്ത് ഈ മൃഗം മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ മരണത്തിൽ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ പൊന്മുടി ബീറ്റിൽപ്പെട്ട ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ നിയമ നടപടി ശരിക്ക് കൊലക്കുറ്റത്തിന് നടപടി എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് നിയമത്തിന് വിധേയമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ ഏറെയുള്ള ഒരു പ്രദേശമാണ് പേത്തൊട്ടി എന്ന് പറയുന്നത്. ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ, ആ മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്തും ഈ ഫോറസ്റ്റ് സമീപിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നിരുത്സാഹപരമായിട്ടുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ, ഒരു നിയമപാലകനെ അവിടെ വെച്ച് മുന്നോട്ട് തുടർന്നു കൊണ്ടുപോയാൽ അത് ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ജീവന് പോലും ഭീഷണി നേരിടുന്ന ഈ സന്ദർഭത്തില് അദ്ദേഹത്തെ പോലെയുള്ള ഈ ശമ്പളം മാസാമാസം പറ്റിക്കൊണ്ട് ആ ശമ്പളം പറ്റുന്നതിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയെടുത്ത് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. വിവരമറിഞ്ഞ അതേസമയം വിവരം മേലധികാരികളെയും RRT സംഘത്തെയും അറിയിച്ചിരുന്നുവെന്നും മദ്യപിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ആക്രമണത്തിൽ കണ്ണനാളത്തിൽ മുറിവുണ്ടായതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടർമാർ അറിയിച്ചിരുന്നുവെന്നും ഫോറസ്റ്റർ ശ്രീകുമാർ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ്, അടിമാലി. പുറ്റടി വേളാങ്കണ്ണി മാതാ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥരായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ മെയ് 3, 4, 5 തീയതികളിൽ. 3-ാം തീയതി വൈകിട്ട് 3:30 തിരുനാൾ കൊടിയേറ്റ്, തുടർന്ന് വിശുദ്ധ കുർബാന. 4-ാം തീയതി ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്നേഹവിരുന്ന്, തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം തിരികെ ദേവാലയത്തിൽ എത്തുമ്പോൾ ആകാശ വിസ്മയത്തിന് ശേഷം കോട്ടയം ക്യാൻഡിൽ ബാൻഡ് അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള. 5-ാം തീയതി ഞായറാഴ്ച ആഘോഷമായ റാസ കുർബാനയ്ക്ക് ശേഷം ചലച്ചിത്ര പിന്നണി ഗായകരായ അഫ്സലും അഖില ആനന്ദും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്. ഏവർക്കും പുറ്റടി വേളാങ്കണ്ണി മാതാ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥരായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സുസ്വാഗതം.